കാട്ടാളൻ. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥ വന്നില്ലേ, ഒരു കാടിനെ ബേസ് ചെയ്ത് ആനയും ആനക്കൊമ്പും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രൂ ഔട്ടർ ആക്ഷൻ പാക്ഡ് മൂവിയാണ് കാട്ടാളൻ എന്നുള്ളത്. അത് കറക്റ്റാണ്. ത്രൂ ഔട്ട് ആക്ഷൻ കാണാൻ ഇഷ്ടപ്പെടുന്ന, ഇതേപോലെ ഹൈ ബീജിയമും പരിപാടികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ സിനിമയാണിത്. വമ്പൻ ഒരു ആക്ഷൻ സിനിമ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ്, അതുപോലത്തെ ക്രൂ, കിടിലൻ ബീജിയം പരിപാടികൾ, നല്ല ക്യാമറ, കോസ്റ്റ്യൂം പരിപാടികളായിക്കോട്ടെ, മൊത്തത്തിൽ സിനിമയുടെ ക്രൂ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കിടിലമാണ്. എന്നിട്ടും സിനിമയിൽ നമ്മൾ മിസ് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഹൈ മൊമെൻറ്റ്സ് ആണ്. അതായത് ഇതിൻ്റെയൊക്കെ ഒരു ബെഞ്ച് മാർക്ക്, അതായത് ഒരു ആക്ഷൻ സിനിമകളിലേക്ക് ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന, ഇപ്പം KGF ആയിക്കോട്ടെ, സലാർ ആയിക്കോട്ടെ, നമുക്കുള്ള മാർക്കോ ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ കുറേ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അതാണ് നമ്മളെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ ഒന്ന് കൈയടിക്കാനും ഒരു ആവശ്യം കൊള്ളിക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ. അതേപോലത്തെ ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടത് ജഗദീഷിനെ തന്നെയാണ്. ജഗദീഷ് കിട്ടുമായിട്ടുണ്ട് സിനിമയിൽ. പുള്ളി വേറൊരു മൂടാണ് പിടിച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സുനിൽ അറിയാലോ, പുള്ളി കോമഡി ചെയ്യുമ്പോൾ വേറൊരു മുഖവും സീരിയസ് കഥാപാത്രം വേറൊരു മുഖമാണ്. പിന്നെ മാർക്കോയിലൊക്കെയുള്ള കബീർ, പിന്നെ കുറേ ഗുണ്ട ടീംസ്, നമ്മൾ കണ്ടതും കാണാത്തതുള്ള കുറേ ഗുണ്ട ടീംസ്, പിന്നെ ഹിപ്സ്റ്റർ, ഹനാൻ എന്നൊക്കെ ഉള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ കൊണ്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചുമ്മാ നിർത്തിയിട്ടുണ്ട്. പിന്നെ തുഷാരയുടെ ആ ഒരു എൻട്രിയും അവരുടെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പെപ്പയിലേക്ക് നായകനിലേക്ക് വന്നാൽ എനിക്ക് പേഴ്സണലി പെപ്പയുടെ ഇടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ സിനിമ കാണണമെന്ന് തീരുമാനിക്കാനുള്ള കാര്യം. കാര്യം പെപ്പയുടെ ഇടി ഒരു കിൻഡലടിയാണ്. ആ ഒരു കിൻഡലടി നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പം പെപ്പയ്ക്ക് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു പെപ്പയുടെ സ്റ്റണ്ട് എനിക്ക് പേഴ്സണലി കിട്ടാത്ത പോലെ തോന്നി. പക്ഷേ പുള്ളി മാനേജ് ചെയ്തിട്ടുണ്ട്. മാർക്കോയിലൊക്കെ പോകുന്ന ഹൈ വയലൻസ് അല്ലെങ്കിൽ വയലൻസ് പരിപാടികളൊക്കെ ഉണ്ട്, നൈഫ് വെച്ചുള്ള ഫൈറ്റും ഗൺ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പെപ്പയ്ക്ക് ഒരു സ്വാഗ് കുറവുള്ളത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ഒരു സ്ക്രീൻ പ്രസൻസ് കുറവുള്ളതുപോലെ എനിക്ക് ഈ സിനിമയിൽ തോന്നി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ബെഞ്ച് മാർക്കായിട്ടുള്ള സിനിമയിലൊക്കെ നായകന്മാർക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഹൈ BGM ഒക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഉള്ളൊരു സാധനം പെപ്പയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. കാര്യം പെപ്പയുടെ ഡയലോഗ് ഡെലിവറി ടോട്ടലി പാളിയതുപോലെ തോന്നി. ഈ സിനിമ ഇവർ പല ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്തിറക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ഹിന്ദിയാലും തെലുങ്കാലും കന്നഡയാണേലും ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും ഇത് ഡബ് ചെയ്തിറക്കാം. കാര്യം ആക്ഷൻ സിനിമകൾക്ക് പ്രത്യേകിച്ചൊരു ലാംഗ്വേജ് ബാരിയർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൊതുവെ ഈ സിനിമയിൽ ഡയലോഗ്സ് ഭയങ്കര കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. പെപ്പയ്ക്കാണെന്ന് പറഞ്ഞാലും വളരെ ചുരുക്കം ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സിനിമയിലുള്ളൂ. ആ ഡയലോഗ് ഡെലിവറിയും ഈ നേരത്തെ പറഞ്ഞുള്ള സ്വാഗും സ്ക്രീൻ പ്രസൻസും ഒക്കെ ഒരു കുറഞ്ഞത് പോയത് കൊണ്ട് തന്നെ എനിക്ക് പെപ്പേനെ ഈ കഥാപാത്രത്തിന് അത്രയ്ക്ക് കൊണ്ട് സൂട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആക്ഷൻ രംഗങ്ങളിൽ പുള്ളി കാര്യങ്ങളൊക്കെ വെച്ച് മാനേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു വാച്ചബിൾ സിനിമ, 2 മണിക്കൂർ സിനിമകൾ. പക്ഷെ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നത്തില്ല, ബുദ്ധിമുട്ട് തോന്നത്തില്ല, എന്താണ് പിടിക്കുക കാര്യങ്ങൾ, അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാം. ഒരു നല്ല തിയേറ്ററാണെങ്കിൽ, നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററാണെന്നുണ്ടെങ്കിൽ സിനിമ നമുക്ക് കുറച്ച് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സിനിമയിൽ ഇതേ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കുറേ പിള്ളേരല്ലാതെ തന്നെ ഇപ്പം എല്ലാ സിനിമയിലും ഉള്ളതുപോലെ തന്നെ ഒരു അവസാനം കൊണ്ടൊരു ക്യാമിയോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ക്യാമിയോയിൽ വന്ന പുള്ളിക്കാരൻ്റെ ഈ പറഞ്ഞ സ്വാഗും ആ സ്ക്രീൻ പ്രസൻസും ഉണ്ടല്ലോ, ഞെട്ടിച്ച് കളഞ്ഞു. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ആരും തിയേറ്ററിൽ നിന്ന് പോകത്തില്ലല്ലോ. അതായത് പുള്ളിയുടെ ഇത്തരം പടത്തിലൊക്കെ പേരെഴുതി കാണിച്ചതിന് ശേഷം ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സാധനം അതും അത്യാവശ്യം ഒരു പ്രതീക്ഷ നൽകുന്നൊരു സാധനം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് കാട്ടാളൻ ഒരു വാച്ചബിൾ മൂവി എന്നതിന് മുകളിലേക്ക് ഒരു സന്തോഷം തന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങളുടെ അഭിപ്രായം മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അപ്പം ഓക്കെ.